ഹാഫിസ്, ഈ സ്വാഭാവികമായി അക്രമം സൃഷ്ടിക്കുകയും പോലീസിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയും പോലീസിന് മേൽ ഉന്തും തള്ളും ക്രിയേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി തട്ടുകയാണ് ലാത്തി ഷാഫി പറമ്പലിൻ്റെ തലയ്ക്ക്. ആ തലയിൽ തട്ടുന്ന മറ്റൊരു ഭാഗത്ത് തട്ടുന്നതാണ് പൊത്തിപ്പിടിക്കുന്നതും കാട്ടുന്നതും ഒക്കെ ആദ്യം. പിന്നീട് അത് പലതരത്തിലും മാറുന്നതാണ്. ഈ കോൺഗ്രസ് തന്നെ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇനി അത് അടിക്കുന്നതല്ല, സ്വാഭാവികമായ ഉന്തും തള്ളിൽ തട്ടുന്നതാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഉണ്ടാകുന്ന സംഭവത്തിൻ്റെ പേരിലാണ് അക്രമം നടത്തിയത്. ഇന്നലെ താങ്കൾ താമസിക്കുന്ന സ്ഥലത്തിന് സമീപം നോക്കൂ, തിരുവനന്തപുരത്ത് 11:30 അക്രമം സൃഷ്ടിക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാട്ടുന്നത്. ബാനറുകൾ വലിച്ചു കീറുന്നു, വനിതാ പോലീസിനെ വരെ തള്ളി മാറ്റുന്നു, ഉന്തും തള്ളും അക്രമവും, നോക്കൂ ആ ദൃശ്യങ്ങളൊക്കെ. എന്നിട്ടാണ് ഇപ്പോൾ ഇരവാദം ഉന്നയിക്കുന്നത്. ഇതെല്ലാ ഘട്ടത്തിലും ഉള്ളതാണ്. ഈ ഷാഫിയുടെ ഒരു സ്റ്റൈല് തന്നെ അങ്ങനെയാണ്. പൊതുപ്രവർത്തന മണ്ഡലം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഹാഫിസ്, ആദ്യമായി തന്നെ പൂർണ്ണമായി വിയോജിക്കുക. കാരണം ഷാഫിയുടെ ശരീരത്തിൽ എവിടെയും ലാത്തി തട്ടുന്നില്ല എന്നൊരു വാദം ആദ്യം മുതൽ ഉന്നയിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ അവിടെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അവിടെ ലാത്തി ചാർജിലല്ല, അതായത് പോലീസിനെ തള്ളി അക്രമം കാട്ടുമ്പോൾ ഷാഫിയുടെ ശരീരത്തിൽ മുട്ടുന്നില്ല. കാരണം ഇതിനകത്ത് ലാത്തി പോലീസ് വീശുന്നുണ്ട്, ഒന്ന് വിരട്ടുന്നുണ്ട്. എപ്പോഴാണ് പോലീസിനെ വെല്ലുവിളിക്കുക? മൊട്ടേന്ന് വിരിയാത്ത ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ഒരു കറുത്ത ഷർട്ടിട്ടുണ്ട് ആ നിൽക്കുന്ന പോലീസ് ഓഫീസർമാരുടെ മുഴുവൻ അപ്പനും അമ്മയ്ക്കും വിളിക്കുന്ന വിഷല് എത്ര ആവേശത്തോടെയാണ് ഈ UDF-നെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. അതിനുശേഷം അയാൾ ദയനീയമായ ആശുപത്രിയിൽ കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട്. പക്ഷേ അതല്ല ഷാഫിയുടെ കാര്യം. ഷാഫിയുടെ കാര്യം ഞാൻ അജിംഷാദിൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അത് സമയമുണ്ടെങ്കിൽ ആ വാട്സാപ്പിലൊന്ന് നോക്കണം. അവിടെ ഷാഫി അവിടെ വിഷയമുണ്ടാകുന്നു, ലാത്തി വീശുന്നു. ലാത്തി വീശുമ്പോഴത്തേക്ക് ഷാഫിയുടെ ശരീരത്തിൽ തൊടുന്നില്ല. ഷാഫി തലയിൽ ഒന്ന് പൊത്തിക്കൊണ്ട് പുറകോട്ട് പിന്മാറുന്നു. പിന്മാറിയ ശേഷം പിന്നെ വീണ്ടും കാണുന്ന രംഗമെന്ന് പറയുന്നത് ഞാൻ അങ്ങേക്ക് അയച്ച ആ വീഡിയോയാണ്. ആ വീഡിയോയിൽ ഷാഫി തലമുടി കൈകൊണ്ട് ഒന്ന് മാറ്റിയിടുന്നുണ്ട്. അതിനുശേഷം വെളുത്ത നിറത്തിലുള്ള ഒരു തൂവാല, ആ തൂവാലയിൽ ചുവപ്പ് കളറുള്ള എന്തോ പൊതിഞ്ഞിട്ട് ഒരു സഹപ്രവർത്തനം കൊടുക്കുന്നു. അത് മൂക്കിലേക്ക് പിടിച്ചതിന് ശേഷമാണ് ഷാഫിയുടെ മൂക്ക് പതുങ്ങിപ്പോയി എന്നുള്ള ആരോപണം വരുന്നത്. അതുവരെ മൂക്കിൻ്റെ കുഴപ്പമില്ല. ഈ ഒരു പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് 42 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല റോഡുകളൊക്കെയാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു 1.5 മണിക്കൂർ സമയമെടുക്കും. കാരണം ആ റോഡിലെ കിഴക്കൻ റോഡിലെ തിരക്കുണ്ട്. ആ 42 കിലോമീറ്റർ ദൂരം 1.5 മണിക്കൂർ കൊണ്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തന്നെ ചെല്ലാനും അതിനുശേഷം വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇടത് കൈക്ക് പരിക്കേറ്റ് വലത് കൈക്ക് പ്ലാസ്റ്റർ ഇടുന്നത് പോലെ കൈക്ക് പരിക്കേറ്റ് പോയിരിക്കുന്നു, അല്ലെങ്കിൽ പിൻതലയിൽ അടിയേറ്റിരിക്കുന്ന പറഞ്ഞ ആളുടെ മൂക്കിൽ കൂടി ശ്വാസം പോലും വിടാൻ മേലാത്ത രീതിയിൽ പൊതിഞ്ഞു കെട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ്. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഉന്തലിലും തള്ളിലും സ്വാഭാവികമായി പറ്റുന്ന തട്ടും മുട്ടുമാണ്, അല്ലാതെ അടിയില്ല. മാത്രമല്ല ഇത്രയേറെ ചോര വരേണ്ട ഒരു മുട്ടോ അവിടെ നടന്നിട്ടില്ല. ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ തന്നെ അയച്ച ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നത് ഈ മൂക്കിലേക്കും മുഖത്തേക്കും വെളുത്ത തൂവാല തുടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആ തൂവാല രക്തമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ വിഷ്വൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരൻ എനിക്ക് അയച്ചു തന്ന വിഷ്വലാണ്. അത് നിങ്ങളത് കാണിച്ചു കൊടുക്കണം, പ്രേക്ഷകർ കാണേണ്ടത്. അത് വീഡിയോ ഒന്നുമല്ല, കൃത്യമായി തയ്യാറാക്കപ്പെട്ട ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ വെളുത്ത തൂവാല തുടയ്ക്കുന്നതിന് മുമ്പ് തന്നെ രക്തമുണ്ട്. ആ ടവൽ മുഖത്തിന് രക്തം പറ്റുന്നു. ഇത്രയും നാണം കെട്ട രീതിയിൽ സമരം നടത്തുന്ന ചരിത്രം ഇതാദ്യമായിട്ടൊന്നുമില്ല, കോൺഗ്രസിനുണ്ട്. പണ്ട് ചെറിയാൻ ഫിലിപ്പ് കുറേ നാൾ കൈരളിയുടെ തിണ്ണയിലും AK സെൻറ്ററിലെ വരാന്തയിലൊക്കെ കഴിഞ്ഞ ആളാണെങ്കിലും അദ്ദേഹം നടത്തിയൊരു സമരത്തിന് മുന്നോടിയായിട്ട് ലാത്തി ചാർജിൻ്റെ മുമ്പായി അദ്ദേഹത്തിന് എഴുതുന്ന ബുക്ക് മറന്നുപോയി. അന്ന് ജാഥയ്ക്ക് മുമ്പായി അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടുവന്ന് KSU പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതാണ്. അതുപോലെ അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പം ഷാഫിയെ സമൂഹ മാധ്യമങ്ങൾ വിളിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നൊരു പേരുണ്ട്, ഷാഫിക്ക എന്ന് കോൺഗ്രസ്സുകാർ വിളിക്കുമ്പോൾ മറ്റുള്ള എല്ലാ രാഷ്ട്രീയക്കാരും വിളിക്കുന്നത് ഷോഫിക്ക എന്ന. കാരണം അദ്ദേഹം ഷോ കാണിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം വർഗീയ ധ്രുവീകരണം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ ഗൂഢമായ ശ്രമങ്ങളുണ്ട്. ആ ഷാഫി ആക്രമിക്കുന്നു എന്നൊരു രീതിയിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു രക്ഷകനായി അവതരിപ്പിച്ചുകൊണ്ട് ഷാഫിയെ പിണറായി പോലീസ് തല്ലിച്ചതയ്ക്കുന്നു എന്ന രീതിയിൽ വ്യാജമായ പ്രചരണം നടത്തി ഇവിടെ തെറ്റായ ചില കീഴ്വഴക്കങ്ങൾ